സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണിക്ക് ഐക്യദാർഢ്യവുമായി തീരദേശ മിഷൻ. സർക്കാരിന്റെ തെറ്റായ മദ്യനയത്തിനെതിരെ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നതിന്റെ 150 ദിവസം പിന്നിടുകയാണ് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി. ജനകീയ മുന്നണിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാത്തലിക് കരിസ്മാറ്റിക് മൂവ്മെന്റ് തീരദേശ മിഷൻ പ്രവർത്തകർ പ്രകടനമായി സമരപ്പന്തലിലെത്തിയത്. ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ നാഷണൽ കോർഡിനേറ്റർ ബാബു അത്തിപ്പുഴയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തീരദേശ മിഷൻ ജനറൽ കോർഡിനേറ്റർ സാബു കാക്കരയിൽ അധ്യക്ഷത വഹിച്ചു. KCBC ജയിൽ മിനിസ്ട്രി കോർഡിനേറ്റർ ഉമ്മച്ചൻ ചക്കുപുരയ്ക്കൽ, KD ജോർജ്, കുഞ്ഞുകുഞ്ഞ്, ഫ്രാൻസിസ് AV തമ്പി, പാപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് നമ്മൾ രാവിലെ ഒരു ദിനപത്രം എടുത്ത് നോക്കിയാൽ കൊലപാതകം, ആത്മഹത്യ, അപകടം, ഇതിലെ മൂന്നിനെയും നമ്മളൊന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇത് മൂന്നും ഉണ്ടാകുന്നത് പലപ്പോഴും മദ്യത്തിന്റെ ആസക്തിയിലും ലഹരിയുടെ ആസക്തിയിലും ഉണ്ടാകുന്നതാണ്. ഇന്ന് കേരളത്തിൽ വളരെ അസഹനീയമായ അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ലഹരി മരുന്നുകളുടെ വ്യാപനം. പൗരന്മാരെല്ലാവരും നശിച്ചു പോകുന്നതിന് ഒരു കുഴപ്പവുമില്ലാത്ത രീതിയിൽ ഇത് സുലഭമായി കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തിൽ ലഭിക്കുന്നതിന് ആരാണ് ചുക്കാൻ പിടിക്കുന്നത്? നമ്മൾ ആരും ശ്രദ്ധിക്കപ്പെടാത്ത, കാണാതെ പോകുന്ന 1-2 ഘടകങ്ങളാണിത്. ഞാൻ ഓർക്കുകയാണ്, ഒരു എയർപോർട്ടിലേക്ക് എന്നൊരു വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം ചെക്കിങ് കഴിഞ്ഞാണ് ഒരു വിമാനത്തിലേക്ക് നമ്മൾ കയറുക. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ബാൻഡിനിടുന്ന ബെൽറ്റ് വരെ ഊരിക്കൊടുത്ത് സ്കാൻ ചെയ്ത് കയറ്റിയാൽ മാത്രമേ ഒരു ഫ്ലൈറ്റിലോട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ അത്രയും ചെക്കിംഗ് ഉള്ള ഒരു ഫ്ലൈറ്റിലൂടെ നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മറ്റ് പലരും ഈ സാധനം കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ മറ്റാരുടെയോ ഒത്താശകളില്ലാതെ ഈ സാധനം കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ആ രീതിയിലുള്ള ചെക്കിംഗ് ആണ് എയർപോർട്ടിലൊക്കെ ഉള്ളത്. ഇതൊരു ഘടകം. രണ്ടാമത്തെ കാര്യം, ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ലഹരിപരമായ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മളെങ്ങാനും അറിയിച്ചാൽ അവരെ അറിയിച്ചു എന്ന കാരണത്താൽ അയാൾ തൊട്ടപ്പുള്ളികളാവുകയാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ഒരു ഘടകം. ഈ മദ്യം പൂർണ്ണമായി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കേരളത്തിൽ പാടില്ല എന്ന് നമ്മൾ കോരം ഇവിടെ നിന്ന് ആവശ്യപ്പെടുമ്പോഴും ഇതിനപ്പുറമായി നടക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്.